ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഇത് 1 വയസ്സ് പ്രായമായിട്ടുള്ള കുഞ്ഞിൻ്റെ അളവിൽ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. അപ്പോൾ ആദ്യം ഈ ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് തുണി 4 ആയിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. ഇവിടെയാണ് ഫോൾഡിങ് വരുന്ന ഭാഗം. ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് 7 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാനും 1/2 ഇഞ്ച് സ്കേർട്ട് പാർട്ട് ബോഡി പാർട്ടുമായി ജോയിൻ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം. 4 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത്. ഷോൾഡർ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള പോയിന്റിൽ നിന്നും താഴേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ 2 പോയിന്റുകൾ തമ്മിലും ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെസ്റ്റിൻ്റെ അളവ് ഇവിടെ നിന്നും ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. ചെസ്റ്റിൻ്റെ അളവ് 5 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടിയിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി കൈക്കുഴി ഇതുപോലെ വരച്ചെടുക്കണം. ഇവിടെ വേസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യണം. വേസ്റ്റിൻ്റെ അളവ് ചെസ്റ്റിൻ്റെ അളവിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ 2 പോയിന്റുകൾ തമ്മിലും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. ഇനി നെക്ക് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നെക്ക് ഡെപ്തും 2 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇതിനെ ഒരു ബോക്സാക്കി വരച്ചതിന് ശേഷം സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്കാണ് വരച്ചെടുക്കുന്നത്. ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നെക്ക് ഡെപ്ത് 2 ഇഞ്ച് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ മാർക്കിങ്ങിലൂടെ തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ബോഡി പാർട്ടിനെ 2 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ടിൻ്റെ നെക്കിൽ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ വരെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കാം. ഇത് ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗമാണ്. ഇനി ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിൽ ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗത്ത് ഒരു ചെറിയ പീസ് തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ചെറിയ പീസ് തുണിയുടെ 3 സൈഡും ചെറുതായിട്ട് റോങ് സൈഡിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പീസ് തുണി ബോഡി പാർട്ടിൻ്റെ നല്ല വശത്ത് ഈ കട്ടിങ് കൊടുത്ത ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെറിയ കട്ടിങ്ങുകൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ റോങ് സൈഡിലേക്കൊന്ന് മറിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നെക്കിലും 2 കൈയിൻ്റെ ഭാഗത്തും ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശത്ത് നെക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് 1/4 ഇഞ്ചിൽ റൗണ്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനെ റോങ് സൈഡിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ 2 കൈയുടെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നെക്കിൻ്റെ ഭാഗവും കൈയുടെ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഫ്രോക്കിൻ്റെ സ്കേർട്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്കേർട്ട് പാർട്ട് 2 ലെയറായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് 7 ഇഞ്ച് നീളമുള്ള തുണി എടുത്തിട്ടുണ്ട്. 6 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പാണ്. 1/2 ഇഞ്ച് മുകളിലെ ടോപ്പ് പാർട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനും 1/2 ഇഞ്ച് താഴ്ഭാഗത്തെ ലെയറുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടുമാണ്. ഈ തുണിയുടെ വീതി എടുത്തിട്ടുള്ളത് 32 ഇഞ്ചാണ്. ഇനി ഈ തുണിയുടെ മുകളിലൂടെ ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗത്തെ ത്രെഡ് ഇതുപോലെ പതുക്കെ വലിച്ചിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള 2 പീസ് വേണം. ഒന്ന് ബാക്ക് പാർട്ടിനും ഒന്ന് ഫ്രണ്ട് പാർട്ടിനും വേണ്ടിയിട്ടാണ്. ഇനി സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് ലെങ്ത്തുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ വീതി എടുത്തിട്ടുള്ളത് 55 ഇഞ്ചാണ്. ഈ തുണിയുടെ 2 സൈഡും റോങ് സൈഡിലേക്ക് ചെറുതായി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം.
അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്ത് ഒരു ഭാഗത്ത് ലെങ്ത്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പീസ് തുണിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രണ്ട് പാർട്ടിനും ഒന്ന് ബാക്ക് പാർട്ടിനുമാണ്. ഫ്രണ്ട് പാർട്ടിനുള്ളതിന് ഇതുപോലെ ബോർഡർ ഉണ്ട്. ഇനി ഇതിനെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ഫസ്റ്റ് ലെയറുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് ലെയറിൻ്റെ നല്ല വശത്തേക്ക് ഈ ഒരു തുണിയുടെ ഈ പ്ലീറ്റ്സ് ഇട്ട ഭാഗം മുകളിൽ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ളതും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ടോപ്പ് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ടോപ്പ് പാർട്ടിൻ്റെ നല്ല വശം മുകളിലാവുന്ന പോലെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഈ സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശം ഈ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് ഇതിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്ത് 2 സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.